സത്വത്തിൽ നിന്നുണ്ടാവുന്ന ഭാവങ്ങൾ, അതുപോലെ രജസ്സിൽ നിന്നുണ്ടാവുന്ന ഭാവങ്ങൾ നമുക്കറിയാമല്ലോ. ഇപ്പൊ സത്വത്തിൽ നിന്നുണ്ടാവുന്ന ഭാവങ്ങൾ ഏതൊക്കെയാ? ശാന്തി, സമാധാനം, എല്ലാവരിലുള്ള പ്രേമം, അറിയാനുള്ള ശേഷി, അറിഞ്ഞതിനെ അറിയിക്കാനുള്ള ശേഷി, എല്ലാത്തിലൊരു മൃദുത്വം, മിതത്വം, ശാന്ത സ്വഭാവം, അങ്ങനെയൊക്കെ പറയാം. രജസെന്ന് പറയുമ്പോൾ നല്ല കർമ്മശേഷി, നല്ല കർമ്മശേഷി, വികാരങ്ങളുടെ ആധിക്യം. ഒരു ശാന്തമായിട്ടൊന്നും കഴിയില്ല, ഒക്കെ ഇട്ടിപ്പിട്ടി ബഹളം, നടക്കണ തന്നെ ഭൂമി കുലുക്കിയിട്ടാ നടക്കുക. അതെ, പക്ഷെ നല്ല കർമ്മശേഷി ഉണ്ടാവും. സങ്കടം പെട്ടെന്ന്, സന്തോഷം പെട്ടെന്ന്, ദേഷ്യം പെട്ടെന്ന്. ഇനി തമസ് കൂടുക എന്ന് പറയുമ്പോൾ ജ്ഞാനശക്തിയുമില്ല, കർമ്മശക്തിയുമില്ല, ഒരുറക്കം തൂങ്ങൽ, മടി, ആലസ്യം, ഇഷ്ടപ്പെട്ട പണി പരദൂഷണം, അല്ല ഇങ്ങനെയൊക്കെ. അതെ, ഇതെങ്കിലും നീ അറിയാം, സംഗതി അറിയാം, അവൻ വളരെ മോശമാണ്, അങ്ങനെയൊക്കെ ആയിക്കോട്ടെ. ഇതൊക്കെ പറയാനാണ് നമ്മൾ ഇവിടെ വന്നത്. അല്ല, നമ്മൾ തമ്മിൽ പറഞ്ഞ വേറെ ആരും അറിയണ്ട, കഴിഞ്ഞു. അതാണ് തമസിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. നാലാൾ അറിയിക്കണമെന്നൊന്നുമില്ല. ആലസ്യം, പ്രമാദം, ഇതൊക്കെ തന്നെയായിരിക്കും. ഇങ്ങനെ നമ്മൾ ഓരോന്നും ഈ 3 ഗുണങ്ങളുടെ ഭാവങ്ങളെ നിരൂപണം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് മാറി നിന്ന് സ്വയം നോക്കിയാൽ എന്നിൽ ഏത് ഗുണമാണ് മികച്ചു നിൽക്കണമെന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റും. വേറൊരാളെ വിലയിരുത്താനല്ല ഇതൊന്നും.